മുഖ്യമന്ത്രി വി.ഡി. സതീശന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. പക്ഷേ നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് നടക്കും തോന്നുന്നുണ്ടോ നേതാവേ? നടക്കില്ല. ഇപ്പോഴത്തെ ഈ ഹൈപ്പും ഈ പൂക്കി വിളിയും ഒക്കെ ഉണ്ടല്ലോ, അത് നാട്ടുകാർ പുറംകാലിനെ തട്ടി ഇറക്കി വിടാൻ അധികം സമയമൊന്നും വേണ്ട. മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നന്നോളം പെരുമാറും. ഒരു ശീലമാണ്. സഖാവ് പിണറായി വിജയന് പറ്റാത്ത ഒരാളൊന്നും അല്ലല്ലോ കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ധിക്കാരവും കലർന്നിട്ടുള്ള നിലപാടുകളാണ് സത്യത്തിൽ അദ്ദേഹത്തെ ശത്രുവാക്കി മാറ്റിയത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭരണമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ ഒരു ഭരണത്തെ മൊത്തം തകർത്ത് 10-13 മന്ത്രിമാരെ തന്നെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരൊറ്റ ധിക്കാരമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? മന്ത്രി മാത്രമല്ല, ആ മന്ത്രിമാരെ കൂടെ നിർത്തുന്ന കുറച്ച് സിമ്പതിക്കാരുണ്ട്. പോക്കറ്റിലോട്ട് നടക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നിയമിക്കുന്നവർ, പേഴ്സണൽ സ്റ്റാഫുകൾ, അവരും കൂടി നന്നാകണം. ഞാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ ഒന്ന് വിളിച്ചിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാനിവിടെ പറയാം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആരാണ് വിളിക്കുന്നത്, എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നെങ്കിലും ചോദിക്കേണ്ട സാമാന്യ മര്യാദ ആ സ്റ്റാഫിനുണ്ട്. അങ്ങനെ മര്യാദ പോലും ഇല്ലാത്ത വിവരം കെട്ടവന്മാരെ പിടിച്ച് കണ്ട് സ്റ്റാഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി വി.ഡി. സതീശൻ എന്നല്ല, ആരും നിന്നാലും ഈ നാടെന്നാൻ പോകുന്നില്ല. ഇതൊരു ചടങ്ങ് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഒരു മന്ത്രിയെ വിളിക്കുന്നത്. ഇപ്പോൾ CPM-ൻ്റെ മന്ത്രിമാരെ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. പലരും നേരിട്ട് കിട്ടാറില്ല. അവരുടെ പേഴ്സണൽ സ്റ്റാഫിനോട് പറയും, അവർ തിരിച്ചു വിളിക്കും. ഒരു മര്യാദ ഉണ്ടായിരുന്നു. എന്നാൽ UDF-ൻ്റെ MLA-മാർ, ചില MLA-മാരെ വിളിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അതിന്ന് വിഭിന്നമായിട്ട് ഞാനൊരു MLA-യുടെ പേര്, TV ഇബ്രാഹിമിൻ്റെ പേര് പലതവണ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ചെയ്യുകയും ചെയ്യും. 140 MLA-മാർ, രാഹുൽ മാങ്കൂട്ടം ഒഴിവാകും കേട്ടോ. രാഹുൽ മാങ്കൂട്ടം അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വന്ന ആളാണല്ലോ. അതിനു മുമ്പ് 140 MLA-മാർക്ക്, ഇൻക്ലൂഡ് പിണറായി അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു മെയിൽ ചെയ്തിട്ട് TV ഇബ്രാഹിം മാത്രമാണ് ആ മെയിൽ ചെക്ക് ചെയ്തിട്ട് വേണ്ട ഓഫീസിലേക്ക് പേപ്പർ നീക്കിയത്. കാരണം എന്താണെന്നറിയാം? ഖജനാവിലേക്ക് കോടികൾ വരാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, ഫോൺ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആരാണെന്ന് നമ്മൾ ഗസ് ചെയ്ത് വെറുതെ നിൽക്കരുത്. ചിലപ്പോൾ വലിയ പുള്ളികളായിരിക്കും, ചിലപ്പോൾ VIP ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ സാധാരണക്കാരനായിരിക്കും, പറയാൻ പറ്റൂല. നമ്മൾ വിളിക്കുന്നത് ഒരു ഹൈ പ്രൊഫൈൽ, പക്ഷെ നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കൊഞ്ഞണമായിട്ടുള്ള ഈ സ്റ്റാഫുകൾ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം മുഖ്യമന്ത്രിക്കാം. ആണോ? ഞാനൊന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം, ഇവിടുത്തെ ഇന്നത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മോഡിഫിക്കേഷനാണ്. യുവാക്കൾക്ക് മോഡിഫിക്കേഷൻ പറ്റുന്നില്ല. സത്യത്തിൽ മോഡിഫിക്കേഷൻ ആവശ്യം, എല്ലാ രാജ്യങ്ങളിലും അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വാഹനങ്ങൾ പോകാൻ വേണ്ടി വേറെ റോഡുകളും പ്രത്യേകിച്ച് ട്രാക്കുകളുമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തോളും? അത് ഓടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് അവർ ഓടിച്ചോളും. അങ്ങനെ ഓടിച്ചോട്ടെന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. നമ്മൾ നിലവിലുള്ള വാഹനങ്ങൾ ഇറങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെയുള്ള റോഡിലൂടെ ഓടിക്കുക. ഇനി അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ അത് RTOയുടെ അനുമതിയോട് കൂടിയിട്ട്, ഇനി എന്തെങ്കിലും ഒരു പക്ഷേ ഓൺ റോഡ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രത്യേകം പെർമിഷൻ വാങ്ങി പോവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് അവരെവിടെയാണോ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓഫ് റോഡിൽ ഉദ്ദേശിക്കുന്നത്, അവിടെ അവർ ഓടിക്കുക, തലകുത്തി മറിക്കുക, എന്ത് ആയിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. അങ്ങനെ തീരുമാനിച്ച് വിട്ടാൽ മതിയല്ലോ. മോഡിഫിക്കേഷൻ ഇഷ്ടം പോലെ അനുവദിക്കാം. ഞാൻ പറയാൻ പോകുന്നത് ആ വിഷയമല്ല, അനുബന്ധമായിട്ടുള്ള മറ്റൊരു വിഷയമാണ്. നമുക്കറിയാമല്ലോ, ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് ഇവിടെ കിടമത്സരമാണ്. ചില പ്രത്യേക നമ്പറുകൾക്ക് അത് പലർക്കും പല ഇഷ്ടമാണ്. 1-ാം നമ്പർ വേണം, ചിലർക്ക് 198 വേണം, ചിലർക്ക് 100 വേണം, ചിലർക്ക് 102 വേണം, ചിലർക്ക് 13 തന്നെ മതി. ഇങ്ങനെയൊക്കെയുള്ള വാശിയുള്ളവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാശി എടുക്കുന്നവർക്ക് ആ ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് എത്ര ലക്ഷം മുടക്കാൻ അവർ തയ്യാറാണ്. ശരിയല്ലേ? ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഒരു എളുപ്പത്തിലുള്ള സൂത്രപ്പണി. അവർക്ക് ആവശ്യമായിട്ടുള്ള നിക് നെയിം അവരെ വണ്ടിക്ക് കൊടുക്കാൻ ഒരു ലിമിറ്റുള്ള അക്ഷരങ്ങൾ, ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ എന്നുണ്ടാവും. ആ അക്ഷരങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അത് അനുവദിച്ചു കൊടുക്കണമെങ്കിൽ കോടികൾ വാങ്ങിക്കൂടെ? ഞാനതാ ചോദിച്ചത്. ഇങ്ങനെ ഒരു അവസരമുണ്ടല്ലോ, ഒന്ന് ആലോചിച്ചൂടെ എന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണിത്. ഇപ്പം എൻ്റെ സുഹൃത്ത് അമേരിക്കയിലെ ഡിട്രോയിറ്റിലുള്ള കാപ്പിലാൻ, ഞാൻ കാപ്പിലാൻ എന്ന് വിളിക്കുന്ന ലാൽ പി തോമസ്, അമേരിക്കൻ സിറ്റിസണാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ നമ്പർ കാപ്പിലാൻ എന്നാണ്. കൊല്ലത്ത് കാപ്പിൽ സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ ഈ കാപ്പിൽ എന്നുള്ളത് മറക്കാൻ കാപ്പിലാൻ എന്ന് അദ്ദേഹം എഴുതി വെച്ചു. വേണമെങ്കിൽ കപ്പിലാൻ എന്ന് വായിച്ചോ, നമുക്ക് കാപ്പിലാൻ എന്ന് വായിക്കാം. ആ കപ്പിലാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടീൻ്റെ നമ്പർ. വണ്ടിക്ക് വേറെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് പകരം നിക് നെയിമായിട്ട് നമ്പർ പ്ലേറ്റിൽ ഉപയോഗിക്കാൻ ഒരു അവസരം കൊടുത്താൽ എത്ര കോടി ഖജനാവിലേക്ക് വരും? അതായത് ഒരു നിക് നെയിം എന്ന് പറയുന്നത് അങ്ങനെ. ഇപ്പോൾ കുട്ടിക്കൃഷ്ണൻ, ഉറൂബ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ശരിയാണല്ലോ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ വണ്ടിക്ക്
നിങ്ങളുടെ വണ്ടിക്ക് നമ്പറിന്റെ സ്ഥാനത്ത് ഒരു നെക്ക് നെയിം ഇടാനുള്ള ഒരു പെർമിഷൻ തരാം, ഇത്ര രൂപ നിങ്ങൾ കെട്ടണം പറഞ്ഞാൽ പോരെ. ഈ കേരളത്തിലെ വണ്ടിപ്രാന്തന്മാർ നല്ലൊരു ശതമാനം അതിനുവേണ്ടി ഇറങ്ങും. ഇനി ക്യാമറയിൽ എങ്ങനെ ഫൈൻ അടിക്കുന്നതായിരിക്കും, സിമ്പിളാണ്. ആ പേരെടുത്തു കഴിഞ്ഞാൽ ആ പേര് ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നോക്കിയാൽ പോരെ. ആ നമ്പർ, വണ്ടിന്റെ രജിസ്റ്റർ നമ്പർ അവിടെ കിട്ടും. അപ്പോൾ രജിസ്റ്റർ നമ്പറിന്റെ സ്ഥാനത്ത് ഒരു നെക്ക് നെയിം പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഖജനാവിലേക്ക് വരും എന്ന് ആലോചിച്ച് നോക്കൂ. വണ്ടിപ്രാന്തന്മാരാണല്ലോ ഇവിടെ കൂടുതൽ. അങ്ങനെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കാൻ കഴിയുന്നറിയാം. മാലിന്യ സംസ്കരണത്തിന്റെ വേറെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ വെക്കുന്നത് ഇതിനു മുമ്പത്തെ സർക്കാർ, പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ അത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് മേഖലയിലേക്ക് കത്തെഴുതിയും നേരിട്ടും ഇടപെട്ടും സംസാരിച്ചും പ്രസംഗിച്ചും ഒക്കെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പല രംഗത്തും പരിചയമുണ്ട്. ഇപ്പോഴാണ് എല്ലാം മടുത്തിട്ട് ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ യൂട്യൂബ് വീഡിയോയും ചെറിയ കമ്പനി വർക്കുകൾക്കുമായിട്ട് നിന്നാൽ മതി എന്ന് കരുതി നിൽക്കുന്നത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പണ്ട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നത് നടപ്പിലാക്കാൻ പറ്റിയ അവസരമാണ്. ഇന്നത്തെ ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എത്രയോ കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു. ഒരു 20 വർഷത്തിന് മുമ്പാണ് സ്മാർട്ട് മീറ്ററിന്റെ കാര്യം, 20 അല്ല അതിലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് സ്മാർട്ട് മീറ്ററിന്റെ കാര്യം നമ്മൾക്ക് സർക്കാരിലേക്ക് വെച്ചത്. അന്ന് അവർക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഏതാണ്ട് ഒരു 10, 20, 22 കൊല്ലം മുമ്പാണ് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഇന്നത്തെ NH66 അന്നുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു സൗജന്യമായിട്ട്. ഇന്ന് നടക്കില്ല. ഇന്ന് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് നടക്കില്ല. അന്ന് ഇന്റർനെറ്റ് ഇതുപോലെ സജീവമല്ലാത്തതുകൊണ്ട് പണം മുടക്കാൻ ആളുണ്ടായിരുന്നു. സൗജന്യമായിട്ട് എടുക്കാൻ, ടോള് വേണ്ട, കോൺക്രീറ്റ് റോഡ് 100 കൊല്ലത്തേക്കുള്ള മെയിൻ്റനൻസ് വേണ്ടാത്ത റോഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതായത് നമ്മൾ കാലത്തിന് മുമ്പേ പല കാര്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും മറ്റും ചെയ്യുന്നത് കണ്ടിട്ട് അതിവിടെ നടപ്പിലാക്കാനായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ പിന്നോട്ടാണ്. ഒരു 50 കൊല്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ബേക്കിലാണ് നമ്മൾ പോണത്. ലോകത്തിനൊപ്പം നമ്മൾ എത്തിയിട്ടില്ല. ഇന്ന് ചൈനയിൽ പോയിട്ട് വരുന്നവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അവിടെ എത്താൻ വേണ്ടി എത്ര കൊല്ലം കാത്തിരിക്കണമെന്നുള്ളത്. നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഇന്നത്തെ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിട്ട് നമ്മളിങ്ങനെ പറയും നമ്മൾ ഏതോ ഒരു ലോകത്താണെന്നുള്ളത്. ഒരു തേങ്ങയല്ല, നമ്മളിവിടെ എത്തിയിട്ടില്ല. നമ്മൾ ലോകത്തിന്റെ ഏറ്റവും പിന്നിൽ നിൽക്കുകയാണ്. എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മളെ ഖജനാവ് നിറയ്ക്കാൻ. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് നമ്പറിന്റെ സ്ഥാനത്ത് വി ഡി സതീശൻ ഇത് കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. വി ഡി സതീശന്റെ സ്റ്റാഫുകളെ 10 പൈസയ്ക്ക് ഇല്ല എന്ന് പറയും. സ്റ്റാഫുകൾ എന്ന് പറയുന്ന ഒരാളെ ഞാൻ വിളിച്ചത്, ആ ആളെ 10 പൈസയ്ക്കില്ല. അയാളെ പോലുള്ളവർ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ മുറിഞ്ഞ് കുത്തുവാള എടുക്കട്ടെ എന്ന് ആൾക്കാർ ശാപിക്കുള്ളൂ. ഞാൻ ശാപിക്കുകയാണ്. കാര്യം യവനെയൊക്കെ പിടിച്ച് ആരാണ് പേഴ്സണൽ സ്റ്റാഫ് ആക്കി വെച്ചത്? അത്രയ്ക്ക് വിവരമേ ഉള്ളൂ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക്. കുറച്ചൊക്കെ ബോധവും പൊക്കണം ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. അല്ല, പറയാനുള്ളത് തുറന്നു തന്നെ പറയണമല്ലോ. ഇത് പിടിച്ചോ, പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടികൾക്ക് നിക് നെയിം ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. ആ രീതിക്കും കുറെ പൈസ ഖജനാവിലേക്ക് എത്തും. Different angles. Don't forget to subscribe and support this channel.